ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മഴ ദിവസം എന്ന് പറയുമായിരിക്കും നല്ലത്. അങ്ങനെ ഇതേ പതിവ് പോലെ തോമു രാവിലെ സ്കൂളിൽ പോയി. അപ്പോൾ തോമുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസൊക്കെ ലഞ്ച് സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും അതേട്ടാ ഫുഡ് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് കഴിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സമാധാനം. അപ്പോൾ അതേ രാവിലെ എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ ചേട്ടന്മാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവന് നേരം പോണില്ല. ഇവൻ്റെ പണിയാണ് ഫുൾ മറ്റേ കുഷ്യനുകളൊക്കെ എടുത്ത് താഴെയിട്ട് അതുമൊക്കെ കിടന്ന് ഉരുണ്ട് ഇതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ പണി കേട്ടോ. അങ്ങനെ ഞാൻ ഈ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ കുട്ടികളെ രണ്ടുപേരെയും കാറിലാണ് കൊണ്ടാക്കുന്നത്. ബാവൻസ് തൊട്ടടുത്തായാൽ പോലും നല്ല മഴയാകുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാൾ ഡാഡി ഒരു വശത്ത് കൂടെ മറ്റേ ഡോൺ പോണ വഴിക്ക് അവനെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോവും. ഡാഡി പിന്നെ പാച്ചുവിനെ ഇറക്കിയിട്ട് ഡാഡിയുടേതായ കാര്യങ്ങൾ ടൗണിലുള്ളതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരിക ചെയ്യാട്ടോ. അപ്പോൾ ഇന്ന് കാറിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് പിന്നെ ടൂ വീലറിന്മേൽ പോയി. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ, ടൗണിലായാലും എവിടെ പോയാലും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ടൂ വീലറാണ് സേഫ് കേട്ടോ. അപ്പോൾ അതേ ചാക്കോച്ചൻ്റെ അടുത്ത പരിപാടി ഇതിൻ്റെ അടിയിലൊന്ന് വലിച്ചിടുക എന്നുള്ളതാണ്. കുറേ വലിച്ചിട്ട് ഞാൻ തിരിച്ച് വെച്ചിട്ടുള്ളതാണ്. കെട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കെട്ട് കാണാനില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു കെട്ടായിരുന്നു, വലിച്ച് കളഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം നമ്മുടെ കണ്ണ് തെറ്റിയ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പം അങ്ങനെ ഒതുക്കാൻ വിളിച്ചപ്പോൾ മൂപ്പര് വന്നില്ല. മൂപ്പര് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് അതൊക്കെ ഒതുക്കി കഴിഞ്ഞ് കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയതിട്ടാം. അതുവരെ ഞാനിങ്ങനെ ഓരോ വർത്തമാനവും പറഞ്ഞ് ഇവിടെ നിന്നു. അങ്ങനെ നേരെ ഇന്ന് പേപ്പർ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡാഡി പോയി. ഇന്ന് 18-ാം തീയതി. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും കിച്ചണിലേക്ക് പോന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ മൂന്നാളെ എവിടെ നോക്കിയാലും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. അപ്പോൾ നല്ല ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ വട ഇന്നലെ വാങ്ങിയതിൽ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വടയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതും ഈ ദോശയും കൂടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ വെഴുതിരിയൊക്കെ കത്തിച്ച് പിന്നത്തെ മെയിൻ പണി അറിയാലോ, പരിയപ്പുറത്ത് നമ്മളുടെ തുണികൾ ഉണക്കാട്ടിട്ടുണ്ട് രാത്രിയിൽ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ പരിപാടി അതാണ്. രാവിലെ എണീറ്റിട്ട് അത് മടക്കി വെക്കുക. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇട്ട തുണികൾ എത്രത്തോളം ഉണങ്ങും എന്നുള്ളത് അറിയില്ല. കാരണം ഇന്ന് ഫുൾ മഴയായിരുന്നു. മറ്റേതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു വെയിലും ഒരു വാട്ടമൊക്കെ ഉണ്ടായ തുണികളായിരുന്നു. അങ്ങനെ നേരെ വെളുത്തപ്പോഴേക്കും ആ തുണികളൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ നമ്മുടെ പരിയപ്പുറം പതിയുംപാടി നല്ല വെളിച്ചായി. അപ്പോൾ രാത്രി ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാർക്കും പ്രശ്നമില്ലേ. പട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം വാതിലടച്ചതിന് ശേഷം ഞാൻ തുണികളിടണത് കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികൾ അപ്പോൾ ഇന്നലെ നിങ്ങൾക്കറിയാലോ, രാത്രി പയറ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുക്കാനായിട്ടൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പിള്ളേർ വരണവരെ അവർക്കൊരു എന്താ പറയുക, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പൊക്കെ കിച്ചണൊക്കെ ഞാൻ ഒതുക്കി വരാമെന്നുണ്ട്. ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ കാലത്തത്തെ കഴിഞ്ഞ വഴിക്ക് കിച്ചൺ അടച്ചിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചന് ഇപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിൽ കയറി തുടങ്ങി. അപ്പം ഞങ്ങളുടെ കണ്ണ് തെറ്റി അവൻ കിച്ചണിൽ കയറി ആ കസേരമ്മ കയറി മറ്റേ ഇതുമ്മ കയറി സാധനങ്ങൾ എടുക്കുക. അപ്പോൾ എന്തെങ്കിലും അപകടം വരും. അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ നോക്കിയാൽ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇങ്ങനെ ഓരോ നോക്കിയിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പച്ചക്കറിയുടെ വെച്ചിട്ടുള്ള ബോക്സിൽ അതിൻ്റെ മുകളിൽ കയറി പട്ടീനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ കിച്ചണിലത്തെ ഡോറും വർക്ക് ഏരിയയിലത്തെ ഡോറും അടച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഓരോ പരിപാടികൾ കഴിയുമ്പോൾ അത് അങ്ങോട്ട് അടച്ചിടും. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേളിൻ്റെ കമ്മലുകൾ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഒരു 5-6 ജോഡി കമ്മലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞീതും വലിയതൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുക്കാൻ നിന്ന നിലയ്ക്ക് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെയുള്ള സ്റ്റോക്കുള്ള കമ്മലുകൾ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമെങ്കിലും അതിൽ പഴയ സ്റ്റോക്കായിരിക്കും. പഴയ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് മുഴുവൻ ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല, നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഫോട്ടോസ് എടുത്തിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കാനായിട്ട് നിന്നു. അപ്പോൾ കിച്ചണിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ ഈ സമയം കൊണ്ട് ഡിംപിളിനും ഡിവൈനും പാക്ക് ചെയ്യാനുള്ളത് അവർ പാക്ക് ചെയ്ത് അവരിതാ റെസ്റ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ വശമാണ്. അപ്പം ഞാൻ ചോറ് കുക്കറിലിട്ടിട്ട് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വേഗം എൻ്റെ പരിപാടികൾക്കായിട്ടിരുന്നു. അപ്പോൾ ചോറ് ഞാൻ ഇങ്ങനെ വെക്കാട്ടോ. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഗ്യാസുമേ ആയതുകൊണ്ട് വെള്ളം ഞാൻ ഇൻഡക്ഷനിൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം അത് അരി കഴുകി അതിലേക്ക് ഇടുക ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആവും കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ അത്രയും ഗ്യാസ് നിന്ന് കത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ
ഇതൊക്കെ ഞാൻ ഉച്ചയിലത്തേക്ക് എടുത്ത് വെക്കാനുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് പേളിൻ്റെയും പിന്നെ കുട്ടികളുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഉച്ചയിലത്തേക്ക് എടുക്കാനുണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വേഗം കുട്ടികളുടെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞാനിത് കവറിൽ എഴുതി അവിടെ വെച്ച് കൊടുത്താൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി വരുമ്പോഴേക്കും അവരത് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ദേ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും തോമു എത്തി. അതായത് 12:15 എത്തി അവൻ ഇന്ന് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് 12 മണി കഴിയുമ്പോൾ എത്രയോ പറഞ്ഞു സമയം, ആ സമയത്ത് കൊണ്ടുവരാമെന്ന്. അപ്പോൾ 12:15 ആകുമ്പോഴേക്കും തോമു എത്തി. അപ്പോഴേക്കും ഡാഡി പോസ്റ്റിങ്ങിനും കാര്യങ്ങൾക്ക് പോയി തിരിച്ച് വരുമ്പോൾ പാച്ചുവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചാർട്ടിങ്, അങ്ങനെയാണ് കേട്ടോ. സെക്കൻഡ് ട്രിപ്പ് ഡാഡി പോണോട് കൂടിയിട്ട് പോസ്റ്റിംഗ് കഴിഞ്ഞ് നേരെ മോനെയും കൊണ്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഓച്ചുവിൻ്റെ പുതിയൊരു പരിപാടിയാണ് പേടിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം, അവനും പേടിപ്പിക്കുക. അവൻ പറയും അക്കി പേടിപ്പിക്കണ പോലെ എന്ന് പറഞ്ഞ് അവൻ എങ്ങനെ പേടിപ്പിക്കും കേട്ടോ. അങ്ങനെ പാച്ചു തോമൂന് ഭയങ്കര പേടിയാണ്. അവന് മറവിൽ എവിടെയെങ്കിലും നിന്നിട്ട് നമ്മൾ ഒച്ചയിട്ട് കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ അവൻ ഓച്ചു ഒച്ചയിട്ടപ്പോൾ അവനൊന്ന് പേടിച്ചതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓച്ചുവിനുള്ളത് നല്ല ഇടിയൊക്കെ കിട്ടി. പക്ഷെ അത് ഞാനിത് കാണിക്കില്ല, കാരണം അല്ലാണ്ട് എൻ്റെ കുട്ടികളെ കാണിക്കുന്നതിന് ഇടയ്ക്ക് ഓരോ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അതും കൂടി കാണിച്ച് സംഭവം കാണുമ്പോൾ നല്ല രസമാണ്. പേടി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ അതിലങ്ങനെയല്ലേ ഓച്ചുവിനിട്ട് 2 ചേട്ടൻ അനിയനും കൂടി ഇട്ട് അടിച്ച് തമ്പൂറാക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ അവർ മുകളിൽ കയറിപ്പോയതിന് ശേഷം വന്നു നമ്മുടെ പാച്ചുട്ടൻ വന്ന് അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ അവൻ ഇന്നലത്തെ പുതിയ കുട്ടികളാണല്ലോ, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പുതിയതാണ്. അപ്പോൾ വന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് നിന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മീൻ വറുത്തത് നല്ല ഇതായിരുന്നു കേട്ടോ. മീൻ നമ്മുടെ ചിലർ നങ്ക് എന്ന് പറയും, നമ്മൾ പട്ടത്തി എന്ന് പറയും, അതായത് മറ്റേ മാന്തളിൻ്റെ വലുത്. നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഡാഡി പോയി വരണോട് കൂടിയിട്ട് ഇപ്പോൾ പട്ടികൾക്കുള്ള സംഭവം, പിന്നെ നമ്മളുടെ എന്താ പറയുക മുട്ട, പാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ പിന്നെ അടുത്ത പണി എനിക്കതായി. അപ്പോൾ അതൊക്കെ ഒതുക്കി റെഡിയാക്കി വെച്ച്, അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ പഴയ മുട്ട എടുത്ത് ആദ്യം ഉപയോഗിക്കാവുന്ന പോലെ വെക്കും, പുതിയ മുട്ട ട്രെയിൽ വെക്കും, അങ്ങനെ തരം തിരിച്ചാൽ വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാഡി. അപ്പോൾ കൊള്ളി ഡിംപിളത് നന്നാക്കി രാത്രിയിലേക്ക് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട്, ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അത് വെക്കാനായിട്ട് അത് വെച്ചു. അപ്പോൾ മൂപ്പർക്ക് ഒരു പൂതിന്ന് ഒരു ഉണ്ണിയപ്പം തിന്നണമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉണ്ണിയപ്പത്തിന് കലക്കി വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കുമാവൂന്ന്, കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്, പിറ്റേ ദിവസത്തേക്ക് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വർഷക്കാലമാണ്, അപ്പോൾ അപ്പോഴത്തെ ഫുഡ് മാക്സിമം പൂക്കും, പെട്ടെന്ന് പൂക്കും, വർഷക്കാലമല്ലേ. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി കിടന്നതിന് ശേഷം ഞാൻ പതുക്കെ കുറച്ച് കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഇരിക്കുന്നതിന് മുമ്പ് ഒരു പീസ് ബ്രെഡും ജാമും കൂടി എടുത്തു. അപ്പോൾ ഞാൻ ഒരു ചേച്ചി എന്നോട് സംസാരിക്കുക. അപ്പോൾ ആ ചേച്ചി ഞാനും പറയും, നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടം തോന്നുന്നുണ്ടത് കഴിക്കുക, അല്ലാണ്ട് അത് കഴിച്ചാലാണ് ഷുഗർ വരിക, അല്ലെങ്കിൽ അത് കഴിച്ചാലാണ് ഇത് വരിക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ പറയാം, കാരണം നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വരും. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, കൊതി തോന്നുന്ന സാധനങ്ങൾ 1 2 കുറേ അങ്ങോട്ട് വാരി വലിച്ച് കഴിക്കാണ്ട് നമ്മളുടെ കൊതിക്ക് നമുക്ക് വേണമെങ്കിൽ കഴിക്കാമെന്ന് പറയും കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അതിപ്പോൾ ഡാഡി ആയാലും ഏത് ഷുഗർക്കാരോടായാലും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കുക, വെക്കുക, അല്ലാണ്ട് തീരെ മനസ്സിൽ കൊതി വെച്ചിട്ട് അത് മാറ്റി വെക്കായിക്കോ എന്ന് പറയും കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളുടെ സ്റ്റഡുകളുടെ ഫോട്ടോസാണ് ഇത്. നമ്മൾ പറയില്ലേ, പേഴ്സണലി നമ്മൾ കുറേ പേർക്ക് ഓരോ കമ്മലുകളും കാര്യങ്ങളും അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ സ്റ്റോക്കാണ് നമ്മൾ വീഡിയോസിൽ ഇടണതെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കാണുക എന്നേ ഞാൻ പറയുള്ളൂ, എന്നിട്ട് ആ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കും. ഇതിപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് കുറേ എണ്ണം പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോസാണിത്. കുട്ടി കുട്ടി കമ്മലുകളാണ് കേട്ടോ. വലിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നേന്ന് സ്റ്റോക്ക് വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാവാം പുതിയ സ്റ്റോക്ക് കൊണ്ടുവരില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാം കേട്ടോ. ഇതൊക്കെ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുകളാണ്, മറ്റേ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇടാനായിട്ട് പറ്റിയ കമ്മലുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്മൽ എടുക്കുമ്പോൾ നീളം കൂടുതൽ തോന്നുകയാണെങ്കിൽ ബട്ടൺ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടൺ കിട്ടാൻ താമസമാണെങ്കിൽ തന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ കമ്മൽ അയക്കുന്ന കൂട്ടത്തിൽ ഓരോ ബട്ടണും കൂടി വെക്കാം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ബട്ടൺ വാങ്ങിക്കാൻ പോണ്ടി വരും, പക്ഷേ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല.
അങ്ങനെ ഒച്ചു ദേ ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഉണ്ണിയപ്പത്തിൽ നാളികേരക്കുത്തിന് പകരം മറ്റേ കാഷ്നട്ടാണ് കേട്ടോ വറുത്തിട്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാഷ്നട്ട് പെട്ടെന്ന് കരിയണ ഒരു ഇത് വരുമല്ലോ. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്ക് അളവിതൊരു 3 4 എടുക്കാനേ ഉണ്ടായുള്ളൂ. ഞാൻ പറഞ്ഞു അത്രയും മതി, കാരണം കുട്ടികളൊന്നും അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. ചാക്കോച്ചൻ മാത്രമാണ് ഒരെണ്ണം എടുത്ത് തിന്ന് നോക്കാം. മറ്റൊരു 2 പേരും ഈ വശത്തേക്ക് അങ്ങനെ അധികം വരുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി. അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഇടിവെട്ടും മഴയും തുടങ്ങി. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു ഡോൺ ചേട്ടനോട് നേരത്തെ വരാൻ പറയും, വെറുതെ ഇടിവെട്ടിൽ. കാരണം ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഇടിവെട്ട് എന്ന് പറയുമ്പോൾ വല്ല ലൈൻ വീണ് കിടക്കുകയും മരം വീഴുകയും, അപ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ നേരത്തോടെ വരാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോൺ എത്തിയിട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഞാൻ പറയാറില്ലേ, നമ്മുടെ പ്രാർത്ഥന മറ്റേ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ കണ്ണാടയൊക്കെ വെച്ച് ഡാഡിയുടെ അപ്പയുടെ കണ്ണാട പോയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ചില സമയത്ത് കാണാം അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാറിൻ്റെ താക്കോൽ എടുക്കണത്. അപ്പോൾ ഞാൻ കസേര അതിൻ്റെ അടിയിൽ നിന്ന് നീക്കിയിടും. പിന്നത്തെ മൂപ്പരുടെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ നടയിൽ കസേര ഇട്ടിട്ട് അവിടുത്തെ ലൈറ്റൊക്കെ സ്വിച്ചൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി കുട്ടി കുറുമ്പുകൾ കാണാൻ നല്ല കൗതുകമുള്ള കുറുമ്പാട്ടോ. അപ്പോൾ അങ്ങനെ അപ്പ വന്നപ്പോൾ 3 ആളും കൂടി അപ്പയുടെ ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കൊള്ളിപ്പേരിയാണ്. നല്ല കൊള്ളിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാണ്. അപ്പോൾ അത് പിള്ളേർ 2 പേരും കൂടി കാച്ചി. ആ സമയത്താണ് ഞാൻ എൻ്റെ ഇവിടെയുള്ള പരിപാടികൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലത്തെ ഇവിടെ ചക്ക അക്കീരോടുന്ന് കൊണ്ടുവന്ന ചക്കയുടെ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും ചക്കക്കുരു ഉപ്പേരി വെക്കാം. കുറേ നാളുടെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ഉപ്പേരി. അപ്പോൾ എന്നാൽ പിന്നെ അത് വെക്കാമെന്ന് വിചാരിച്ച് ഡിമ്പിൾ അതിരുന്ന് അരിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഞങ്ങളിങ്ങനെ 3 പേരിരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോ പണികൾ ഓരോരുത്തർ അവരവരുടെ പണികളും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ബിസിനസ്സിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഈ മറ്റേ വല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രീം കളക്ഷൻസിലേക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഒരാൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ നമുക്കൊരു അധ്വാനം ഉണ്ടാവില്ല പണിക്ക്. അല്ലെങ്കിൽ ഞാൻ സ്പീക്കറിൽ വല്ല പാട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നില്ല എന്ന്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പോയിട്ട് ഇറച്ചിയും കൊള്ളിയും വെച്ചു. അപ്പോൾ എല്ലാവർക്കും ബീഫും കൊള്ളിയും ഞാൻ വെക്കണതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ എന്നായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വെച്ചാൽ അത് ഇറച്ചി വേവിച്ചതുണ്ട് കൊള്ളിയും വേവിച്ചതുണ്ട്. ഇതൊന്നും അങ്ങോട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടു. അപ്പോൾ അത് മിക്സ് ചെയ്ത് മറ്റേ എന്താ പറയുക ചക്കക്കുരു വേവിച്ചത് ഞാനൊരു പാത്രത്തിലാക്കി. ഇനിയിപ്പോൾ നാളെ അതൊന്നും അവർക്ക് കാച്ചിയാൽ മതി, വേറെ ഒന്നും വേണ്ട, ചോറും വെച്ചാൽ മതി. അങ്ങനെ ഡിമ്പിൾ കുളി കഴിഞ്ഞ് വന്നു, ഡിവൈനും കുളി കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വട്ടമേശ സമ്മേളനം ഞങ്ങളുടെ വക. അപ്പോൾ കുറച്ച് മില്ലറ്റ്സിൻ്റെ ഇത് എനിക്ക് ടൊമാറ്റോ ചില്ലി ബൈറ്റ്സ് ഇഷ്ടമായി. എനിക്കും തോമൂനും ഡിവൈനൊക്കെ ഇഷ്ടമായി. ഡിമ്പിളിന് ഇഷ്ടമായത് ഇതിൻ്റെ മറ്റേ ബോൾസാണ്, ചീസ് ബോൾസാണ് കേട്ടോ. രണ്ടും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സാധനമാണ്. അപ്പോൾ മില്ലറ്റ്സിൻ്റെയാണ്. അപ്പോൾ ഉപദ്രവം ചെയ്യുന്ന സംഭവമല്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അവരുടെ മറ്റേ മെയിൽ ഐ ഡിയും കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരേ ഗ്ലാസ് കാപ്പിയും കുടിച്ചിട്ട് ഡിവൈൻ മുകളിലേക്ക് കയറിപ്പോയി, ഡിമ്പിൾ അപ്പുറത്തേക്കും പോയി. എനിക്ക് നാളെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആണ്. കാരണം ഞാൻ അധിക ഭാഗം ഇന്ന് ബിസിനസ്സിൽ ഇരിക്കുക ചെയ്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇറച്ചിയും ഇതും വെക്കാൻ പോയി. പിന്നെ 1 2 കാര്യങ്ങൾക്ക് പോയെങ്കിലും എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫുൾ ടൈം ചാർജ് പോവും. അപ്പോൾ ഞാൻ അധിക ഭാഗം മറ്റേ പവർ ബാങ്ക് വെച്ചിട്ടാണ് ഫോൺ ചാർജ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ രാത്രി എനിക്ക് എടുക്കാനുണ്ടായിരുന്ന കുറച്ച് വളകളും കാര്യങ്ങളാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു എന്നോട് ഇതിൻ്റെ ഉള്ളിൽ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യല്ലേ ആൻറ്റി എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ 24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂറും ഇതിൻ്റെ കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ എന്ന് പറയുമ്പോൾ അധിക ഭാഗം ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്നാലും ഞാൻ മാക്സിമം ഇത് ഉൾപ്പെടുത്താണ്ട് നോക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അധികം വരാറുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ബിസിനസ് അനുസരിച്ചാണല്ലോ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ചില ദിവസം കൂടുതൽ ഓർണമെൻറ്റ്സ് കാണിക്കേണ്ടി വരുന്നത് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒതുക്കലും പെറുക്കലൊക്കെ നിർത്തിയേക്കാം. കാരണം ഇത് കഴിയാണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ കുട്ടികൾ പറഞ്ഞ പോലെ ഇൻസ്പെക്ഷന് ഒരാൾ ഡാഡി എന്നെ കളിയാക്കും, ഇവിടെ എന്താ പോലെ ഇൻസ്പെക്ഷൻ ആൾ വരുന്നുണ്ടോ ചോദിക്കും ഞാൻ ഒതുക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിന് ഒരാളും വരില്ല. പക്ഷേ ഇത് ചോദിക്കുന്നവർക്ക് നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ.
അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ആ ഒതുക്കലൊക്കെ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുട്ടികളൊക്കെ കിടന്നുറങ്ങി വളരെ ശാന്തമായി. ഇന്ന് റോബോട്ടിനെ ഞാൻ ഇറക്കി വിടണ്ടെന്ന് പറഞ്ഞു. കാരണം രാവിലെ ഓൾറെഡി ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കിയതാണ്. ഇനിയിപ്പോൾ നാളത്തെ കാര്യം ക്ലാസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഭയങ്കര മഴയാണ്, നിർത്താത്ത മഴയാണ്. അപ്പോൾ എന്തു തന്നെയായാലും ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കുട്ടികൾക്ക് ഇതുവരെ അവധിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അവർ പോയി. നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം വരാട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മഴ നനയാണ്ട് എന്താ പറയുക, അസുഖങ്ങളൊന്നും വരുത്താത്ത രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ കാണാം. ബൈ.